അപ്ലൈ ചെയ്യാം. ഇത് കിണറ്റിലിങ്ങനെ കെട്ടി മുന്നിലേക്ക് വന്നിട്ട് ഉണ്ടെന്ന് മനസ്സിലാവും. എല്ലാവർക്കും നമസ്കാരം. കേരള ഇന്ത്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തൃശ്ശൂരാണ് കേട്ടോ, വേസ്റ്റ് റെസൊല്യൂഷൻ്റെ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വാട്ടർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിന് വളരെ പ്രാധാന്യം, നമ്മൾ കേരളത്തിൽ വെള്ളത്തിൻ്റെ നമ്മുടെ ജലാശയങ്ങളും അല്ലെങ്കിൽ കിണറും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ തന്നെ പൊല്യൂട്ടഡ് ആയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ട് നമുക്ക് ഈ ഒരു മേഖലയിൽ തന്നെ തരംഗം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വാട്ടർ റിക്കവറി കിറ്റ് നമ്മൾ ഈ ഒരു കമ്പനി നമ്മൾക്ക് എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ മുഴുവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ തരംഗം സൃഷ്ടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വളരെ എന്താ പറയുക, നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നിന്നൊരു വളരെ ഡീറ്റെയിൽ വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ കണ്ടൊന്ന് മനസ്സിലാക്കുക. നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോവാം. നമസ്കാരം. നമ്മൾ ഇന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്നതാണ്. H2O വാട്ടർ സ്കൂളിൻ്റെ വാട്ടർ റിക്കവറി കിറ്റ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബ്ലേസ്. ഞാൻ ജലഗുണനിലവാര ഗവേഷണവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വികസിപ്പിച്ചൊരു പ്രൊഡക്റ്റാണ് വാട്ടർ റിക്കവറി കിറ്റ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിണറുകളെ എങ്ങനെ പുനരുദ്ധരിപ്പിക്കാം, അതായത് കിണറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിസ്സാര പൈസയ്ക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ എന്ന ആശയത്തിൽ ഉൾക്കൊണ്ട് വികസിപ്പിച്ചൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ വാട്ടർ റിക്കവറി കിറ്റ്. ഈ കിറ്റിലുള്ള സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമ്മുടെ ഷോപ്പ് നമ്മൾ സെയിൽസ് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് തൃശ്ശൂർ കോഞ്ചി റോഡ്, മുളങ്ങുത്താവ് കോഞ്ചി റോഡും ഒപ്പം തന്നെ ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. വേസ്റ്റ് സൊല്യൂഷൻ എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. നമുക്ക് കിറ്റ് പരിചയപ്പെടാം. അപ്പോൾ കിറ്റിലുള്ള പ്രൊഡക്റ്റുകളാണ് പ്രധാനമായിട്ടും 4 പ്രൊഡക്റ്റുകളാണ് കിറ്റിലുള്ളത്. ആദ്യത്തെ പ്രൊഡക്റ്റിൻ്റെ പേര് pH ബൂസ്റ്ററാണ്. pH ബൂസ്റ്റർ ഉണ്ട്. ഒപ്പം തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്താണ്, ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ട്. പിന്നീട് വരുന്ന പ്രൊഡക്റ്റാണ് ബ്ലീച്ചിങ് പൗഡർ, ഇതിനൊപ്പമുള്ളതാണ്. ഒപ്പം pH ഇൻഡിക്കേറ്റർ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വ്യത്യാസം. അതായത് വെള്ളത്തിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ അറിയാനുള്ളതാണ്. അതായത് വെള്ളത്തിൻ്റെ ഗുണനിലവാരം ആദ്യവും അവസാനവും, ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും എന്തൊക്കെ മാറ്റം ഉണ്ടായെന്ന് നിങ്ങൾക്ക് ഈ കിറ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതിനെ സഹായിക്കുന്ന കിറ്റാണ് നമ്മുടെ pH ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ. അത് ഇതിനോടൊപ്പം ഉണ്ട്. പിന്നെ ഈ കിറ്റ് എങ്ങനെ ഉപയോഗിക്കണം അറിയാനുള്ള ലീഫ്ലെറ്റ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഇതെങ്ങനെ ഉപയോഗിക്കുന്നുള്ള കാര്യങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് പരിചയപ്പെടാം. ആദ്യം നമുക്ക് ചെറുതായിട്ടൊരു മിനിയേച്ചർ ഫോമിൽ ഈ കിറ്റ് അപ്ലൈ ചെയ്തിട്ട് കിണറിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കാണാം. അതിനുശേഷം നമുക്ക് കിണറിലേക്ക് അപ്ലൈ ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള വെള്ളം കോരിയെടുക്കാം. ഒപ്പം തന്നെ നമുക്കിതിന് മിനിയേച്ചറും കൂടി ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വെച്ച് ചെയ്യാം. നമുക്ക് കിണറ്റിൽ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് കാണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മിനിയേച്ചർ ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ലൈവായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. നമ്മൾ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രൊഡക്റ്റാണ്. ഇങ്ങനൊരു പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. കേരളത്തിലും ഇന്ത്യയിലും ഒന്നുമില്ല. നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. വാട്ടർ റിക്കവറി കിറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമാണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ നമുക്കിതിലെല്ലാം കൂടി അപ്ലൈ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് 3 കൂടി അപ്ലൈ ചെയ്ത് നമുക്ക് മിനിയേച്ചർ ഫോമിൽ കാണിക്കാൻ പറ്റില്ല. അത് നമുക്ക് കിണറ്റിലാണ് കാണിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ pH ബൂസ്റ്ററും ബ്ലീച്ചിങ് പൗഡറും അപ്ലൈ ചെയ്തിട്ട് നമ്മളിവിടെ കാണിക്കും. ഒപ്പം തന്നെ നമുക്ക് ആദ്യം അറിയേണ്ടത് വെള്ളത്തിൻ്റെ pHൻ്റെ ലെവലാണ്. കാരണം pH കൃത്യമാണെങ്കിൽ മാത്രമാണ് കുടിക്കാൻ വെള്ളം യോഗ്യമാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം pH നോക്കാം. അതിനുള്ള pH ഇൻഡിക്കേറ്റർ ഇതിനോടൊപ്പം ഉണ്ട്. ഇതാണ് നമ്മുടെ pH ഇൻഡിക്കേറ്റർ. ഇപ്പുറത്ത് കളർ കോഡ് ഉണ്ട് എത്രയാണ് pH എന്നുള്ളത് നോക്കാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ട് pH നോക്കാം. ഒരു കുറത്തരി വെള്ളം മതി. ആദ്യം വെള്ളം എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് പുറത്തേക്ക് കളയാം. അതിനുശേഷം ഒരു 5 ml വെള്ളമൊക്കെ മതിയോ. ഇത്രത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 4 ഡ്രോപ്പോളം നമ്മുടെ pH ഇൻഡിക്കേറ്റർ ഒഴിക്കുമ്പോൾ എത്രയാണ് നമ്മുടെ വെള്ളത്തിൻ്റെ pH എന്ന് നമുക്കറിയാൻ പറ്റും. കളർ ചാർട്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഞാനൊരു 4 ഡ്രോപ്പ് ആഡ് ചെയ്യണം. കളർ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ചാർട്ടായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ചാർട്ടായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ pH 4 അടുത്താണ് നിൽക്കുന്നത്. വെള്ളം ഹൈലി അസിഡിക്കാണ്. കുടിക്കാൻ യോഗ്യമായിട്ടുള്ള വെള്ളമല്ല. കാണുമ്പോൾ വെള്ളം ഭയങ്കര ക്ലിയറാണ്. അപ്പോൾ നമുക്ക് പ്രത്യേക നമ്മൾ ഓർക്കേണ്ട കാര്യം, തെളിഞ്ഞ വെള്ളം ഒന്നും ശുദ്ധമല്ല. അത് കാരണം അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് കറക്റ്റായിട്ട് തെളിയിക്കുന്നതാണ് ഈ ടെസ്റ്റിങ്.
അപ്പോൾ ആ pH നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വെള്ളം ഹൈലി അസിഡിക് ആണ്. ഈ വെള്ളം കുടിക്കാൻ റെക്കമെൻഡബിൾ അല്ല. നമുക്കിത് കുടിക്കാനുള്ള യോഗ്യമാക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ കിറ്റിൽ വരിക. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്ത് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യണത് pH ബൂസ്റ്ററാണ്. ഇത് മൊത്തം നമ്മുടെ കിണറ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് വേണ്ടത് 1000 ലിറ്ററിലേക്ക് 60 ഗ്രാമാണ്. അപ്പോൾ ഇതിൽ ഏകദേശം ഇതൊരു കുറച്ചുണ്ടാവുള്ളൂ. നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് കിറ്റ് നമുക്ക് കിണറിൽ അപ്ലൈ ചെയ്യുമ്പോൾ കാണില്ല ക്ലിയർ ആയിട്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബേസണിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മുടെ pH ബൂസ്റ്ററിൻ്റെ പവർ എത്രത്തോളം pH കൂട്ടും നമുക്ക് ഇപ്പോൾ തന്നെ കാണാം, ഒറ്റയടിക്ക് കാണാൻ പറ്റും. നമുക്ക് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റില്ല, എല്ലാം കിണറ്റിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അല്പം ഇതിലേക്ക് ആഡ് ചെയ്യാം. അല്പമാണ് ഇട്ടിട്ടുള്ളൂ, നമുക്ക് അത്രേ ആവശ്യമുള്ളൂ ഇതിലേക്ക്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇളക്കി കൊടുക്കുകയാണ്. ശരിക്കും നമ്മുടെ pH കിറ്റ് ഉപയോഗിച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വെള്ളം നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കേണ്ടത്. കാരണം അതിന് പ്രവർത്തിക്കാൻ സമയം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ കാണിക്കുകയാണ്. നമുക്ക് ഉടനെ തന്നെ റിസൾട്ട് കിട്ടും. കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 4 മണിക്കൂർ കഴിയണം. അപ്പോൾ നമുക്ക് ആദ്യം എടുത്ത സൊല്യൂഷൻ റെഡ് ഇവിടെ ഉണ്ട്, റെഡിഷ് കളറിൽ 4 ഇത് കളയാണ്. നമുക്കിപ്പോൾ വെള്ളത്തിൻ്റെ pH എത്രയാണെന്ന് നമുക്ക് നോക്കിക്കാണാം. ഞാൻ ജസ്റ്റ് വാഷ് ചെയ്യാണ്, ഇതിലേക്ക് ആക്കുന്നില്ല. ഇനി നമുക്കിതിൻ്റെ pH നോക്കാം. ഞാൻ ജസ്റ്റ് കറക്റ്റ് അളവ് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഓർക്കണം, നമ്മൾ കിണറ്റിൽ കറക്റ്റ് അളവിലാണ് ചേർക്കുക. കളർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളം 6-ന് മുകളിലെത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി അപ്ലൈ ചെയ്തത് 7-ലേക്ക് എത്തും. അപ്പോൾ നമുക്ക് കിണറിൽ അപ്ലൈ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇഫക്റ്റീവ്നെസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പ്രോപ്പറായിട്ട് സമയമായിട്ടില്ല, 4 മണിക്കൂർ കഴിയും വേണം. കളർ ഒരു ഗ്രീനിഷിലേക്ക് വരുന്നുണ്ട്. നേരത്തെ റെഡിഷ്, ഈ റെഡ് കളറിലായിരുന്നു, ഒരു 3-4 റേഞ്ചിലായിരുന്നു. അതിൽ നിന്ന് നമ്മൾ pH ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കിണറ്റിൽ അപ്ലൈ ചെയ്തിട്ട് വിശദമായിട്ട് കാണാം നമുക്ക്. അപ്പം നമുക്ക് ഈ ബ്ലീച്ചിങ് പൗഡർ ഒന്നും അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല, കിണറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം. നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുക pH ബൂസ്റ്ററാണ്. pH ബൂസ്റ്റർ നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിയാമല്ലോ, നമ്മളെല്ലാവരും pH നെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വെള്ളത്തിൻ്റെ pH കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ pH ബൂസ്റ്റർ അപ്ലൈ ചെയ്യുന്നത്. ബ്ലേസ് നമ്മളിപ്പോൾ ഈ pH എന്ന് പറഞ്ഞ സംഗതി ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലും കേരളത്തിലൊന്നും അതിന് പ്രാധാന്യം കുറവാണ്. അപ്പോൾ ഞാനൊക്കെ നമ്മൾ ഫോറിൻ കൺട്രീസ് അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ pH-ൻ്റെ അല്ലെങ്കിൽ pH കൂടിയ വെള്ളത്തിന് വളരെ പ്രാധാന്യം കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അതിന് ഇത്ര ഫോക്കസ് ചെയ്യാതെ pH അധികം നോക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അതിനെന്താ പ്രാധാന്യം ഇല്ലാത്തത്? pH എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ ചുരുക്കപ്പേരാണ് pH. അതായത് pH-ൻ്റെ അളവ് കുറയുമ്പോൾ വെള്ളം അസിഡിക്കും, pH-ൻ്റെ അളവ് കൂടിയ വെള്ളം ആൽക്കലൈൻ സ്വഭാവമാണ് കാണിക്കുക. pH എപ്പോഴും നമുക്ക് ന്യൂട്രലാണ് വേണ്ടത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കുടിക്കാൻ യോഗ്യമായ വെള്ളത്തിൻ്റെ pH 6.5 മുതൽ 8.5 വരെയാണ്. പക്ഷേ നമ്മളത് ഒരുപാട് ഫോക്കസ് ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം കേരളത്തിൻ്റെ കണ്ടീഷൻ വെച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ മണ്ണ് അസിഡിക് ആയതുകൊണ്ട് വെള്ളം അസിഡിക് സ്വഭാവത്തിലാണ് കാണിക്കുന്നത്. കേരളത്തിൻ്റെ ആവറേജ് pH 5.5 ആണ്. അതിന് കാരണം അടുപ്പിച്ചുള്ള വീടുകൾ, കിണറിനോട് അടുത്ത് വേസ്റ്റ് ഡംപ് ചെയ്യുക, നൈട്രേറ്റിൻ്റെ പ്രശ്നങ്ങൾ, സൾഫേറ്റിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം തന്നെ pH-നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ pH ന്യൂട്രലായിട്ടുള്ള വെള്ളം കേരളത്തിൽ എളുപ്പമല്ല അപ്പോൾ നിർത്താൻ. കാരണം ഈ കണ്ടാമിനേഷൻ വരുന്നത്, കണ്ടാമിനേഷൻ ഫ്രീ ആയാൽ മാത്രമാണ് ന്യൂട്രലായിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിലെ pH കുറവായിട്ട് കാണാനുള്ള പ്രധാന കാരണം. ആ സ്ഥാനത്താണ് നമ്മുടെ പ്രൊഡക്റ്റിന് പ്രസക്തി കൂടുന്നത്. അവിടെയാണ് നമ്മുടെ pH ബൂസ്റ്റർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ആവശ്യകത വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമുക്ക് കിണറ്റിൻ്റെ pH കൂട്ടാൻ ആവശ്യമായിട്ടുള്ള pH ബൂസ്റ്ററാണ്. ഈ കിണറ്റിലെ pH 4-ൽ നിന്ന് നമ്മളത് 6.5-ലേക്ക് ഉയർത്തും. അപ്പോൾ നമ്മൾ ഇതിൽ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 60,000 ലിറ്റർ അടുപ്പിച്ച് വെള്ളം ഉണ്ട്. ഒരു ഏകദേശം ഒരു റിങ്ങിൽ 1000 ലിറ്ററിലേക്ക് 1000 ലിറ്ററിൻ്റെ കണക്ക് വെച്ചിട്ടാണ് നമ്മുടെ ആ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുള്ളിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ 1000 ലിറ്ററിലേക്ക് 60 ഗ്രാമാണ് വേണ്ടത്. അപ്പോൾ ഏകദേശം ഈ കിണറ്റിലേക്ക് ഒരു 3.5 കിലോയിൽ കൂടുതൽ pH ബൂസ്റ്റർ ആവശ്യമുണ്ട്. അപ്പം ഈ കിറ്റിനോടൊപ്പം ഉള്ളത് 4 കിലോ pH ബൂസ്റ്ററാണ്. ഇത് എക്സ്ട്രാ വാങ്ങാൻ കിട്ടും നമുക്ക് ആവശ്യമെങ്കിൽ. അപ്പോൾ നമ്മളിത് 4 കിലോ മുഴുവനായിട്ട് അപ്ലൈ ആണ് നമ്മുടെ കിണറ്റിലേക്ക്. നമുക്ക് എങ്ങനെയാണ് അപ്ലൈ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യം pH ബൂസ്റ്റർ നമ്മൾ ഒരു ബക്കറ്റിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ശരിക്കും നമ്മൾ ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ഇട്ടിട്ടാണോ നേരിട്ട് ഇടാണോ? നേരിട്ടിട്ടാലും കുഴപ്പമില്ല, ബക്കറ്റിൽ ഇട്ടിട്ട് നമുക്ക് ഇടാം. അത് കുറച്ച് കംഫർട്ടാവും. ഇപ്പോൾ നേരിട്ടിട്ട് കഴിഞ്ഞാൽ കിണറിൻ്റെ സൈഡിലൊക്കെ അവിടെ ഇവിടെയൊക്കെ അത് വേസ്റ്റ് ആവും. അപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കിണറ്റിലേക്ക് എത്തും.
ഒപ്പം തന്നെ അപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ചെറിയൊരു ബക്കറ്റ് എടുത്ത് അതിലേക്ക് ഇട്ടാൽ കുറച്ച് കറക്റ്റ് ആയിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് കലക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം എളുപ്പത്തിൽ മിക്സ് ആയിക്കോളും. ഓക്കെ. ശരിക്കും നമ്മൾ pH കിറ്റ് ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. pH ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ മിനിയേച്ചർ ഫോമിൽ ടെസ്റ്റ് ചെയ്ത കാരണം അവിടെ കാണിച്ചപ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്യാണ്ട് വന്നത് നമുക്ക്. കാരണം നമുക്ക് കിട്ടി ഒരു pH കുറവാന്ന് നേരത്തെ കിട്ടി. പിന്നെ നമ്മൾ വീണ്ടും കാണിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്ത. ഓക്കെ, മനസ്സിലായി. നമ്മൾ ആരംഭിക്കാം. ശരി. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കോരിയിട്ട് ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ പൊതുവേ നമ്മൾ വീട്ടിലത് കിറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ വെള്ളം കുറച്ചും കൂടി നേരിട്ട് ഇങ്ങനെ വിതറിയിടാതെ ഒരു ബക്കറ്റിൽ ഇട്ടിട്ട് വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിരിക്കുന്നു അല്ലേ? അതെ അതെ, അങ്ങനെ നേരിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേസ്റ്റേജ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതിന്റെ റിങ്ങിലൊക്കെ തടഞ്ഞിരിക്കുന്നു, റിങ്ങിന്റെ സൈഡിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കും. ഒപ്പം തന്നെ മിക്സ് ആവാൻ കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ മിക്സ് ചെയ്തിടുന്നതാണ് കിണറ്റിൻ്റെ ഉള്ളിൽ. കോരി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിനു ശേഷം അതിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ച് ഇത് കംപ്ലീറ്റ് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു വടിയോ ഒന്നും വേണ്ട, കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം. ഒന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുകയൊന്നുമില്ല. നമ്മുടെ കൈമ പൊള്ളി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ എല്ലാ പ്രോഡക്റ്റും നാച്ചുറൽ ആയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവില്ല. നമുക്ക് ആ കൂടി pH ഇൻഡിക്കേറ്റർ മാത്രമാണ് ഒരു കെമിക്കൽ വരുന്നുള്ളൂ. അത് ടെസ്റ്റ് ചെയ്യാനുള്ളത് മാത്രമാണ്, കിണറ്റിലേക്ക് ഒഴിക്കാനുള്ളതല്ല. ഓക്കെ. pH നോക്കണമെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. pH ഇൻഡിക്കേറ്റർ കഴിഞ്ഞാൽ നിലവിലൊരു ഓപ്ഷൻ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ വീടുകളിലേക്ക് ചെക്ക് ചെയ്തതിന് ശേഷം അത് മാറ്റി വെക്കുക, നമ്മൾ ഇത് കിണറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ കിണറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ടു അല്ലേ? വെള്ളം കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി ഒഴിക്കാന്നല്ലേ? അതെ. ഓക്കെ. ഇപ്പോൾ നമ്മുടെ pH ബൂസ്റ്റർ അപ്ലൈ ചെയ്യേണ്ട എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി അത് വെള്ളത്തിലുണ്ട്, അത് നമുക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അടുത്തത് അപ്ലൈയിലേക്ക് കടക്കാം. നമുക്ക് ഇനിയുള്ളത് ആക്ടിവേറ്റഡ് കാർബണും ബ്ലീച്ചിങ് പൗഡറാണ്. നമുക്ക് ബ്ലീച്ചിങ് പൗഡർ തന്നെ അടുത്തായിട്ട് അപ്ലൈ ചെയ്യാം. ബ്ലീച്ചിങ് പൗഡർ പ്രത്യേകത വെള്ളത്തിലെ ബാക്ടീരിയനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്ത pH ബൂസ്റ്ററാണ്. pH ഉയർത്താൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ കലക്കം കൺട്രോൾ ചെയ്യും, വെള്ളത്തിൻ്റെ ഇരുമ്പിൻ്റെ അംശത്തിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബ്ലീച്ചിങ് പൗഡർ ഒറ്റ ലക്ഷ്യമുള്ള വെള്ളത്തിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ, അതായത് കണ്ണുകൾ കൊണ്ട് കാണാത്ത സൂക്ഷ്മ ജീവികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ മഴക്കാലമാകുമ്പോൾ പല അസുഖങ്ങളുണ്ട്, വയറിളക്കം, ഛർദ്ദി, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പമുള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബ്ലീച്ചിങ് പൗഡറാണ്. സ്ട്രോങ് ആയിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ നല്ല ഹൈലി സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് പൊട്ടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ബ്ലീച്ചിങ് പൗഡർ നമുക്ക് ഈ കിണറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ കിണറിന് ഏകദേശം വേണ്ടത് 150 ഗ്രാമാണ്. ഈ അത്രയധികം വെള്ളം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അതുകൊണ്ടാണ് 150 ഗ്രാം, വലിയൊരു കിണറാണ്. അപ്പോൾ ഇത് മൊത്തം ഉണ്ട്, അത് 1/2 കിലോ ഉണ്ട്. ഇതിന് 150 ഗ്രാം മതി. 1000 ലിറ്ററിലേക്ക് 2.5 ഗ്രാമാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ റേഷ്യൂ 1000 ലിറ്റർ വെള്ളത്തിലേക്ക്. അപ്പോൾ നമുക്കിതിൽ 150 ഗ്രാം നമ്മൾ കൊടുക്കുന്ന കിറ്റിൽ എല്ലാം കൃത്യമായിട്ട് അതിലുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കിണർ നോക്കുക, ഒരു റിങ്ങിൽ ഏകദേശം 3000 to 3500 ലിറ്റർ വെള്ളം ഉണ്ടാവും. അത് വെച്ച് കണക്കാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി കറക്റ്റ് കണക്ക് കിട്ടണമെങ്കിൽ πr²h എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമ്മുടെ കിണർ അളന്ന് ആ ഇക്വേഷനിലേക്ക് നമ്മുടെ വാല്യൂസ് പുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് കിട്ടും. വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ നമ്പറുകളുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. ശരി. ഇതുപോലെ തന്നെ ബക്കറ്റിൽ ഇടാം. ഇതേപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ ഈസിയാണ്. നമ്മുടെ ഐറ്റംസ് എല്ലാം നമ്മൾ ബക്കറ്റിലേക്ക് തന്നെ ഇട്ടിട്ട് ഇടാം. നമ്മുടെ ആക്ടിവേറ്റഡ് കാർബൺ കെട്ടി ഇറക്കാണ് ചെയ്യുക. കാരണം അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും, വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും നമ്മൾ ബക്കറ്റിൽ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കിണറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അത് നല്ലത്. ഇത് കെട്ടി ഇറക്കണം. ഇതിപ്പോൾ അതൊരു 150 ഗ്രാം ഏകദേശം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വെള്ളമായിട്ട്
മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക. ഇതും ഡയറക്റ്റ് ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനത് പരമാവധി വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യുന്നത് പറയണത്. അപ്പോൾ പലരും പറയുന്നുണ്ട് ബ്ലീച്ചിങ് പൗഡർ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അങ്ങനെയൊന്നുമില്ല. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ വിതറുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് മിക്സ് ബക്കറ്റ് ആകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഡൈലൂഷൻ നടന്ന് ഇളക്കി നമുക്ക് കൃത്യമായിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ പറ്റും. നേരത്തെ പോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു. ഓക്കെ. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റായ ആക്ടിവേറ്റഡ് കാർബൺ ആണ്. ആക്ടിവേറ്റഡ് കാർബൺ ഇതാണ്. ആക്ടിവേറ്റഡ് കാർബൺ നമ്മുടെ സാധാരണ ചിരട്ടക്കരി തന്നെ പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ്. സാധാരണ ചിരട്ടക്കരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 600 ടൈംസ് മടങ്ങ് വെള്ളത്തിലെ കണ്ടാമിനേഷൻ വലിക്കാൻ ശക്തിയുള്ളതാണ്. ഇപ്പോൾ കുറച്ചും കൂടി പ്രിസൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ 600 ഗ്രാം സാധാരണ ചിരട്ടക്കരി ഇതിൻ്റെ 1 ഗ്രാമിന് ഈക്വലാണ്. അതായത് ഇത് അത്രയും പവർഫുള്ളാണ്. ഏകദേശം കിണറിലെ കണ്ടാമിനേഷൻ മൊത്തം വലിച്ചെടുക്കാനുള്ള ശക്തി ഈ ആക്ടിവേറ്റഡ് കാർബൺ. ഇത് നമ്മൾ 2 കിലോ ഇതിനോടൊപ്പം നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്ടർ റിക്കവറി കിറ്റിൽ 2 കിലോളം ആക്ടിവേറ്റഡ് കാർബണിൻ്റെ പാക്ക് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിൽ അപ്ലൈ ആണ്. മൊത്തത്തിൽ നമ്മൾ ഒരു കിഴി പോലെ കെട്ടി ഇറക്കാണ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു മാസത്തിലൊരിക്കൽ എടുത്ത് വാഷ് ചെയ്ത് വീണ്ടും കെട്ടിലേക്ക് നമുക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ പൈസ സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് നേരം ഈ ആക്ടിവേറ്റഡ് കാർബണിൻ്റെ ബോക്സ് അല്ലെങ്കിൽ ഈ പാക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു കീഴിൽ കെട്ടി ഞാത്തി ഇറക്കാം. ഇത് ഉപയോഗിക്കേണ്ട മെയിൻ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ കിണറിൽ കാണുന്ന പ്രധാന പ്രശ്നങ്ങളാണ് വെള്ളത്തിൻ്റെ പൊട്ട സ്മെല്ല്, ഇരുമ്പിൻ്റെ അംശം, പിന്നെ വെള്ളത്തിന് ടേസ്റ്റ് കുറവ്. പലരും പറഞ്ഞ പ്രശ്നമാണ് ടേസ്റ്റ് ഇല്ലായ്മ. അങ്ങനത്തെ പ്രശ്നം അത് വെള്ളത്തിൽ കണ്ടാമിനേഷൻ വരുമ്പോഴാണ്. അപ്പോൾ അത് വലിച്ചെടുക്കാൻ നമ്മുടെ ആക്ടിവേറ്റഡ് കാർബണ് നല്ല കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആക്ടിവേറ്റഡ് കാർബൺ ഈ വാട്ടർ റിക്കവറി കിറ്റിനോടൊപ്പം പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു കിഴി പോലെ കെട്ടി കിണറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ ഇതിലേക്ക് ഇടില്ലേ? ഇതൊന്നുമില്ല, സാധാരണ കിഴി കെട്ടുന്ന പോലെ. ഇത് കാണാൻ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടി ഒന്നുമില്ല. വെറുതെ തുണി എടുക്കുക, അതിലേക്ക് ഇടുക, കെട്ടുക, അത്രേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. നമുക്കൊരു കിഴി പോലെ ഇത് കെട്ടാം. ഇത് കെട്ടുമ്പോൾ കുറച്ചൊന്ന് ലൂസാക്കി കെട്ടിയാൽ മതി കേട്ടോ. ടൈറ്റ് ചെയ്ത് കെട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കയറുണ്ട്. സാധാരണ ഒരു കയറെടുത്തിട്ട് പൊട്ടിപ്പോണ കയറ് എടുക്കരുത്. നമുക്ക് കാലങ്ങളോളം സ്ട്രോങ് ഉള്ള നല്ലൊരു കയറെടുത്തിട്ട് അവിടെ കെട്ടി കൊടുക്കാം. പലർക്കും ഒരു ചിന്താഗതി ഉണ്ട്, വെള്ളം കലക്കുള്ള വെള്ളം മാത്രമാണ് പ്രശ്നം, തെളിഞ്ഞ വെള്ളത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ തെറ്റായ ധാരണ. നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇറക്കിയിട്ടുള്ള പ്രൊഡക്റ്റാണ് വാട്ടർ റിക്കവറി കിറ്റ്. നമുക്ക് ഉയരത്തിൽ വെച്ച് കെട്ടാം. ഇതിൻ്റെ നിങ്ങളിപ്പോൾ ആൾക്കാരിപ്പോൾ ഈ വാട്ടർ റിക്കവറി കിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഡെലിവറി ആൾക്കാർ പ്രതീക്ഷിക്കുമല്ലോ. അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഇവിടുന്ന് നിങ്ങൾ കമ്പനി വഴി എങ്ങനെ കൊടുക്കുന്ന ആൾക്കാർക്ക് ജനങ്ങളിലേക്ക് എത്തണ്ടേ? നമുക്ക് തൃശ്ശൂരുള്ളവർക്ക് നമുക്ക് 2 സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഒരു ഷോപ്പ് വരുന്നത് തൃശ്ശൂർ മുളങ്ങുത്താവ് റോട്ടിൽ കോഞ്ചേരി ബസ് സ്റ്റോപ്പിലാണ് ഒരു ഷോപ്പ് വരുന്നത്. അവിടെ പോയാൽ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും. ഒപ്പം ഒല്ലൂര് നമ്മുടെ പോലീസ് സ്റ്റേഷൻ റോട്ടിൽ നെല്ലിപ്പറമ്പിൽ കോംപ്ലക്സിൽ വേസർ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഷോപ്പാണ്. 2 സ്ഥലത്തിൻ്റെ പേര് വേസർ സൊല്യൂഷൻ എന്നാണ് ഷോപ്പ്. നമുക്ക് കോഞ്ചേരി റോട്ടിലും ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ റോട്ടിലും ഓഫീസ് വരുന്നുണ്ട്. നമ്മുടെ ഓഫീസ് രാവിലെ 10 മണി മുതൽ 5 മണി വരെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡെലിവറി ആയിട്ടും കിട്ടും. തൃശ്ശൂരുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ഡയറക്റ്റായിട്ട് വാങ്ങുകയും ചെയ്യാം. ഓക്കെ. ഈ നമ്മൾ കേരളത്തിൽ നിന്ന് വെളിയിൽ അപ്പോൾ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എങ്ങനെയാണ്? ഇതുപോലെ തന്നെയാണോ നമ്മൾ കൊറിയർ വഴിയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് ഏറ്റവും ചീപ്പായിട്ട് 1500 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. നമ്മുടെ കൈകൾക്ക് 1500 രൂപയ്ക്ക് എത്തും. പിന്നെ നമുക്ക് ഇതിൻ്റെ വേണ്ട ബൂസ്റ്റർ പാക്കുകൾ, അതായത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നമുക്ക് പിന്നീട് ഇതിൻ്റെ ബൂസ്റ്റർ പാക്കുകൾ ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ പ്രത്യേക പ്രൊഡക്റ്റ് മാത്രം വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മാത്രമായിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ.
നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യണേക്കാൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വാഷ് ചെയ്യാം. കാരണം ഇത് ചെറിയ കറുത്ത പൊടികളുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കോരിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാണ്. ഓക്കെ. അതിൻ്റെ തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകാനല്ലേ? തരികളുണ്ടെങ്കിൽ പോകാൻ. അതിപ്പോൾ വാഷ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സാധാരണ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു പൊടികൾ പരമാവധി കിണറ്റിലേക്ക് ഇറക്കുമ്പോൾ ക്ലീൻ ആയിട്ട് ഇറക്കണം എന്നുള്ള ആശയം ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഈ വാട്ടർ റിക്കവറി കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിണറ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യണമല്ലേ കൂടുതൽ? കിണറ്റിലേക്കാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിൽ കൂടുതൽ ബോർവെല്ലുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ചെയ്യുന്നില്ല, നമ്മൾ കിണറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? കിണറിലാണ് ഫോക്കസ്. ബോർവെല്ലിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ടാങ്കിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കിണറിലാണ്. നമ്മൾ കിണറാണ് ഫോക്കസ് ചെയ്യണം. നമ്മൾ പ്രൊഡക്റ്റ് വാട്ടർ റിക്കവറി കിറ്റ് കിണർ ഫോക്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത പ്രൊഡക്റ്റാണ്. പിന്നെ കഴുകുമ്പോൾ ഒരു കറുത്ത പൊടി പോലത്തെ ഒരു സംഭവം പോകും. അതെ, കാണാനുണ്ട്. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ കിണറിൽ വരിക, പൊട്ട സ്മെല്ല് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ആ സമയത്തൊക്കെ കിറ്റ് അപ്ലൈ ചെയ്താൽ ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് വാട്ടർ റിക്കവറി കിറ്റ്. അപ്പോൾ നമ്മുടെ ആക്ടിവേറ്റഡ് കാർബണിൻ്റെ കിഴി കെട്ടിയിട്ട് നമുക്ക് കിണറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് കിണറ്റിലിങ്ങനെ കെട്ടി ഞാത്തിടാണ് വേണ്ടത്. വെള്ളത്തിൽ മുട്ടി നിൽക്കണം. ഫുട്വാലിൻ്റെ അടുത്താണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം ഫുട്വാലിൻ്റെ അടുത്താണ് നമ്മൾ വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ആ ഭാഗത്തെ കണ്ടാമിനേഷൻ വലിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ കാണുമ്പോൾ ബുദ്ധിമുട്ടായ കാരണം നമ്മൾ മിനിയേച്ചർ ഫോമിലേക്ക് ആദ്യം തന്നെ കാണിച്ചേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ താഴ്ത്തിക്കുന്ന എല്ലാവർക്കും നോക്കാൻ പറ്റില്ല, കാണാൻ ഇരുട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഓൾറെഡി എല്ലാ കിണറും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാ കിണറും ഇരുട്ട് തന്നെ ആയിരിക്കും പൊതുവെ. അതാണ് നമ്മളത് അങ്ങനെ കാണിച്ച്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ മുട്ടിയിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഫുട്വാലിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളത് ഇവിടെ കെട്ടി ഞാത്തി ഇവിടെ കെട്ടി ഇടാം അല്ലേ? ഓക്കെ. നമ്മളൊരു മാസത്തിലൊരിക്കൽ എടുത്ത് വാഷ് ചെയ്താൽ മതി. ഒരു 30 days കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ കെട്ടി വീണ്ടും വാഷ് ചെയ്തിട്ട് വീണ്ടും അതുപോലെ തന്നെ വീണ്ടും കെട്ടി. നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായ ഫ്ലഡുള്ള സ്ഥലത്തൊക്കെ നല്ല എഫക്റ്റീവാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പിറ്റേ ദിവസം വെള്ളം കലങ്ങുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു വെള്ളം ഒഴുക്കിൽ, പ്രത്യേകിച്ച് വയനാട് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കാണാം, പെട്ടെന്ന് ഒരു ദിവസം വെള്ളം കലങ്ങിയിട്ടുണ്ടാവും, വെള്ളത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഇഫക്റ്റീവാണ്. വയനാട് വലിയൊരു ട്രാജഡിയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യാം, കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കൊരു വയനാടിൻ്റെ ഹെൽപ്പ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് ബന്ധപ്പെട്ട അധികാരികളെ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്കൊരു 25 വാട്ടർ റിക്കവറി കിറ്റ് സൗജന്യമായിട്ട് കൊടുക്കാം. വ്യക്തികൾ വിളിച്ചാൽ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നമുക്കത് എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായിട്ട് വയനാടുമായി ബന്ധപ്പെട്ട ഭരണാധികാരികൾ ആരെങ്കിലും ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് 25 കിറ്റ് നമുക്ക് വയനാട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ഓഫീസ് നമ്പർ താഴെ കൊടുക്കാം. അവർക്ക് നമ്മൾ ഡയറക്റ്റ് വിളിച്ച് നമ്മളതിനുള്ള അറേഞ്ച്മെൻറ്റുകൾ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തരും. അപ്പോൾ ഈ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കേരളത്തിലെ കിണറുകളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഇറക്കിയ പ്രൊഡക്റ്റാണ് വാട്ടർ റിക്കവറി കിറ്റ്. അപ്പോൾ നമുക്ക് പല ധാരണകളുണ്ട്, തെളിഞ്ഞ വെള്ളം ശുദ്ധമാണെന്ന്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വെള്ളത്തിൻ്റെ pH. നമ്മൾ ഒരു ഇതെല്ലാം കാര്യങ്ങളും കഴിഞ്ഞു. നമ്മൾ വെള്ളം എടുത്തിട്ട് വീണ്ടും ടെസ്റ്റിങ് മാത്രമാണ്, എത്രത്തോളം മാറ്റം ഉണ്ടെന്ന് കാണിക്കൽ മാത്രമാണ്. ശരിക്കും നമുക്ക് 4 മണിക്കൂർ വേണം, പക്ഷേ നമ്മൾ വീഡിയോയിൽ പോസിബിൾ അല്ലല്ലോ. 4 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കാണിക്കുന്നു. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞാലാണ് അതിന്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും ബെറ്റർ ഈവനിങ് ഇട്ടിട്ട് രാവിലെ തൊട്ട് സാധാരണ പോലെ വെള്ളം ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ കൃത്യമായിട്ട് 4 മണിക്കൂർ കംപ്ലീറ്റ് ആവും. ശരി. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം കോരി വെച്ചിട്ടുണ്ട്. നമുക്ക് pH നോക്കാം. നമുക്ക് ശരിക്കും 4 മണിക്കൂറാണ് വേണ്ടേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ നോക്കുകയാണ് വെള്ളത്തിലെ pH എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ചാർട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ pH 7 വന്നിട്ട് ഉണ്ടെന്ന് മനസ്സിലാവും. ചാർട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഗ്രീൻ കളറിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും.
അപ്പോൾ ആദ്യം നമ്മുടെ വെള്ളത്തിൻ്റെ കളർ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ വെള്ളത്തിൻ്റെ കളറ്. അതിൽ നിന്ന് ഇതിലോട്ട് മാറി. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇത് ഉപയോഗിച്ചിട്ട് ഉപകാരം ഉണ്ടായോ ഇല്ലയെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വാട്ടർ റിക്കവറി കിറ്റിൻ്റെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പ്രൊഡക്റ്റാണ്. കേരളത്തിൽ ആരും കിട്ടില്ല. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മാത്രമാണ്. നമുക്ക് ആരും ഫ്രാഞ്ചൈസി ഡീലർഷിപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ വഴി മാത്രം ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. നമ്മൾ തന്നെ ഡിസ്കവർ ചെയ്തെടുത്ത പ്രൊഡക്റ്റാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് നമ്മൾ ഈ വാട്ടർ റിക്കവറി കിറ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടോ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഞാൻ ഇന്ത്യക്ക് വെളിയിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ സ്റ്റിക്കറുമ്പോൾ pH7 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ pH7 കൂടിയ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അതിൻ്റെ പ്യൂരിറ്റി നമുക്ക് കൂടുതലായിട്ടുള്ള വെള്ളം നമുക്ക് കുടിക്കണമെങ്കിൽ അതിൻ്റെ ബൂസ്റ്ററാണ് ഈ വാട്ടർ റിക്കവറി കിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക, നമ്മുടെ വാട്ടർ ഇമ്പ്രൂവ് ചെയ്യുക. നമുക്ക് നമ്മുടെ വെള്ളം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈ വാട്ടർ റിക്കവറി കിറ്റ് മേടിച്ച് നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ പ്യൂരിറ്റിയും അതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ടായിട്ട് ഇവരുടെ കമ്പനി ഇവർ ചെയ്യുന്നത് മെയിനായിട്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി സർവീസ് ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറലായിട്ടുള്ള സംഗതികളാണ് കംപ്ലീറ്റ്. പിന്നെ ഇതിൻ്റെ ഈ ബോക്സിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വില വരുന്നത് 1500 രൂപയാണ്. അതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു പേപ്പറിൽ ഇതിൻ്റെ വിശദമായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് അതെങ്ങനെയാണ് കിണറ്റിൽ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ വീഡിയോയിൽ വിശദമായിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റെപ്പായിട്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പനിയിലെ ആൾക്കാരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിർത്തട്ടെ. ദിസ് ഇസ് ജോബിൻ ജോസ്, കേരള ഇൻറ്റീരിയർ. ബൈ.